ഹായ്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഇൻഷുറൻസ് സ്കീം നിലവിൽ വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഇൻഷുറൻസിൻ്റെ ഒരു സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ നോർക്ക റൂട്ട്സിൻ്റെ ഒരു ID കാർഡ്, അതായത് പ്രവാസി ID കാർഡ് ഉണ്ട്. ആ പ്രവാസി ID കാർഡിൻ്റെ എടുത്തിരിക്കണം. പലരും ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എടുത്തതാണ് പ്രവാസി ID കാർഡ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഈ നോർക്കയുടെ ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇല്ലാത്തവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ പ്രവാസി ID കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്ലൈ ചെയ്യണം. അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു നോമിനിയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. അതല്ലാതെ പിന്നെ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾ നോമിനിയുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സും പിന്നെ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ അഡ്രസ്സും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവാസി ID കാർഡ് 3 വർഷത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 420 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൽ നിങ്ങളുടെ ID കാർഡ് അപ്രൂവ് ആയിട്ട് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒറിജിനൽ കോപ്പി പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റൽ വഴിയായിട്ട് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് വരും. ID കാർഡ് അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ അടുത്തതാണ് ഞാൻ ഈ പറയുന്നത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചിട്ട്. ഒരു കാർഡ് ഹോൾഡർ, അതായത് പ്രവാസിയായിട്ടുള്ള ആള്, പിന്നെ അയാളുടെ വൈഫ്, നാട്ടിലുള്ള വൈഫ്, പിന്നെ നാട്ടിലുള്ള 2 കുട്ടികൾ, ഇങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബത്തിനുള്ള ഒരു ഇൻഷുറൻസ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി വന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും സുഖമില്ലാതായി, വൈഫിന് അഡ്മിറ്റായി, അല്ലെങ്കിൽ കുട്ടികൾ അഡ്മിറ്റായി, അങ്ങനെയുള്ള കേസിൽ ഈ മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. അതിൻ്റെ ലിമിറ്റ് വരുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷം ഒരാൾക്ക് 5 ലക്ഷം എന്നുള്ളതല്ല, നിങ്ങളുടെ ഒരു ഫാമിലിക്ക് 5 ലക്ഷം എന്നാണ്. ഫ്ലോട്ടിംഗ് ആണ്. അതായത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ കുട്ടികൾക്കോ എല്ലാവർക്കും കൂടിയിട്ട് 5 ലക്ഷത്തിൻ്റെ കവറേജാണ് തരുന്നത് ഒരു വർഷത്തിൽ. ആ ഇൻഷുറൻസ് സ്കീം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് എങ്കിലും ഒരു അസുഖമായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ചില ആൾക്കാർക്ക് ശരിക്കും വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ ചിലവാകാറുണ്ട്. അപ്പോൾ 5 ലക്ഷം വരെയുള്ള കവറേജ് ഇതിൽ ഉൾപ്പെടും. അപ്പോൾ എല്ലാവരും എടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇൻഷുറൻസ് സ്കീമിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും കവർ ആവുന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മുമ്പ് ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസൊക്കെ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ 6 മന്തിലോ 1 ഇയറിലോ ഒക്കെ നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണ്. അങ്ങനെയുള്ള കേസസിലൊക്കെ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ എമൗണ്ട് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിനിപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു അഡ്മിറ്റ് ആവുകയാണ്,